ഇന്ന് ഞാൻ എൻ്റെ കൊച്ചടുക്കളയിൽ നിന്നിട്ട് ഒരു മീൻ പീര വെക്കുകയാണ്. മീൻ പീര ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാകില്ല. അപ്പോൾ ഒരു മത്തിയാണ് കിട്ടിയത്. അപ്പം മത്തി ഇട്ടിട്ടൊരു മീൻ പീര എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നല്ല രസമാണ് മീൻ പീര വെക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് വെക്കണം കേട്ടോ. എന്തെങ്കിലും മാറ്റി വെക്കാൻ പാടില്ല. അപ്പം നല്ലൊരു മീൻ പീര നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. ഹായ്, ഞാൻ ഐഷ ഷാംസ്. ഐഷാസ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ മക്കൾസും ഓടി വരും. എല്ലാവരും മീൻ പീര നോക്കി ഞാൻ നല്ലൊരു മീൻ പീര ഉണ്ടാക്കട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോളൂ കേട്ടോ. എൻ്റെ സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഉണ്ടാക്കുന്ന മീൻ പീര ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ 1 കിലോന് മത്തിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ തേങ്ങ ഇടേനെ. മിക്സിയിലേക്ക് തേങ്ങ ഇട്ടു. ഇത് വേണ്ട പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളി തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കരിവേപ്പില ഇട്ട് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഉലുവാപ്പൊടി ഇടണേ കുറച്ച്. അത് വീഡിയോ അപ്പോൾ മറന്നു പോയി ഇടാൻ കേട്ടോ. വീഡിയോ ഓണാക്കാൻ മറന്ന്. എന്നിട്ട് മഞ്ഞൾപ്പൊടി പോരാ, ഒരു ശകലം കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ. വേണ്ട, മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഇനി നമ്മൾക്ക് മീനെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടാം. ഞാൻ മത്തിയാണ്. മത്തി പീര വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നെത്തോളിനേക്കാട്ടി ടേസ്റ്റ് കിട്ടുക മത്തിക്കാണ്. അത് ചെറിയ മത്തി എപ്പോഴും പീര വെക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. മത്തി മുളകിടുന്നതും രസമാണ്, നല്ല രസമാണ്. അതുപോലെ തന്നെ മത്തി പീര വെക്കുന്നതും നല്ല ടേസ്റ്റാണ്. അപ്പം നന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ പിടിക്കണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, പുളി പിഴിഞ്ഞിട്ടുണ്ട്. കുടംപുളി വേണമെങ്കിൽ കുടംപുളി ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ വാളംപുളിയാണ് ഒഴിക്കണത് കേട്ടോ. വാളംപുളി വേണം, വാളംപുളിയുടെ വെള്ളം കേട്ടോ. ഇത് വേണ്ട. ഇനി നമ്മൾ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആദ്യം തീയൊന്ന് കൂട്ടി വെക്കുക, പിന്നീട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. ഇത്ര വെള്ളം ഒഴിച്ചാൽ മതി. ഇത് വേണ്ട, ഇതിങ്ങനെ നല്ലോണം ഇതായിട്ട് വേണ്ട, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇതിങ്ങനെ ഒന്ന് വറ്റി വരാനുണ്ട് കേട്ടോ. ഇറക്കാനായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇതിനകത്തേക്ക്. നല്ലൊരു ടേസ്റ്റ് മണം, ഇപ്പം തന്നെ നല്ല മണമുണ്ട്. അപ്പോൾ ഇങ്ങനെ മീൻ പീര നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ മീൻ പീര വെക്കുന്ന സമയത്ത്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. ഈ മീൻ പീരയ്ക്ക് ശരിക്കും കറി ഞാനിന്ന് ഉണ്ടാക്കും. ഇതിലേക്ക് ഒരു ഒഴിച്ചുകറി വേണമല്ലോ. ആ ഒഴിച്ചുകറി ഞാൻ വിചാരിച്ചു നമ്മുടെ തക്കാളി താളിക്കാന്ന് വിചാരിച്ചു. തക്കാളി താളിച്ചതും പിന്നെ അതുപോലെ ബീട്രൂട്ട് തോരൻ, അതാണ് ഇതിലേക്ക് രസം. ചൂട് ചോറിട്ടിട്ട് ഇതൊരു സ്പൂൺ അതിനകത്തേക്ക് ഇട്ട് പിന്നെ തക്കാളി താളിച്ചതും ബീട്രൂട്ട് തോരനൊക്കെ ഇട്ടതാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ആ ചോറിന് പപ്പടവും കൂട്ടി കുഴച്ച് കഴിക്കണം ചോറ്. അമ്പോ അടാർ, ഇതിൻ്റെ ഇപ്പം തന്നെ നല്ല അടാർ മണമാണ് വരുന്നത്. നല്ല സ്മെല്ലുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അമ്മച്ചിൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ. ഓടിപ്പോയി കാണാനേ മറക്കരുത് കേട്ടോ. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇതൊന്നും കൂടി വറ്റട്ടെ കേട്ടോ. വറ്റി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ശരിക്കും ഇതിങ്ങനെ മീൻ പീര കണ്ട നന്നായിട്ട് ഇതായിട്ടുണ്ട്. നമുക്ക്
ഇനി നമുക്ക് ഇത് എന്താണ് എടുത്ത് ഒരു ഭാഗത്ത് വെക്കുക. എടുക്കുമ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ.